സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, ആത്മഹത്യകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ വിലപിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിന്റെ അടിസ്ഥാന കാരണങ്ങളെ തൊടാൻ പലപ്പോഴും പലർക്കും കഴിയുന്നില്ല. എന്താ കാരണം? ഒന്ന് പലിശയാണ്, മറ്റൊന്ന് യഥേഷ്ടം കടം വാങ്ങുന്ന രീതിയാണ്. ആർഭാട ജീവിതം അവസാനിപ്പിക്കാൻ പലർക്കും കഴിയുന്നില്ല. വിവാഹമൊക്കെ ഇന്ന് കടം വാങ്ങിക്കൊണ്ട്, ആധാരം പണയം വെച്ചുകൊണ്ട് വളരെ ആർഭാടപൂർവമാണ് പലരും വിവാഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര ചടങ്ങുകളാണ് അല്ലേ? മെഹന്തി, മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രീതിയിലുള്ള മഞ്ഞ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കല്യാണങ്ങൾ. ആ കല്യാണത്തലേന്ന് വലിയ പടക്കം പൊട്ടിക്കൽ. മാന്യന്മാരായ ആളുകൾക്ക് കല്യാണ സദസ്സിലേക്ക് കയറി ചെല്ലാൻ പേടി തോന്നുന്ന ഒരു സാഹചര്യം. എന്താണ് അവിടെ സംഭവിക്കുക? എപ്പോഴാണ് കരണ്ട് പോവുക? എപ്പോഴാണ് പല്ലക്ക് വരിക? എപ്പോഴാണ് ബ്രേക്ക് ഡാൻസ് ഉണ്ടാവുക? എപ്പോഴാണ് കൂക്കിവിളി ഉണ്ടാവുക എന്നൊന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യം. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഒരു ഭാഗത്തുണ്ടാകുന്നു. എന്താ ഖുർആൻ പറഞ്ഞത്? വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന. എന്താണ്? അമിതമായി ധൂർത്ത് കാണിക്കുന്ന ആളുകൾ കാനൂ ഇഖ്വാനശ് ശയാതീൻ, അവർ പിശാചിന്റെ സഹോദരങ്ങളാണ് എന്നാണ്. നിങ്ങൾ ആലോചിച്ചു എത്ര ഗുരുതരമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഇതിനെ നമ്മൾ ഈ പലിശയെയും ആർഭാട ജീവിതത്തെയും, ഇപ്പൊ അറിയപ്പെടുന്ന ഒരു കൊലപാതകം തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. ഒരു വീട്ടിലെ 5ഓളം ആളുകളെ ആ കുടുംബത്തിലെ ഒരു വ്യക്തി തന്നെ തലക്കടിച്ചു കൊന്നിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരോട് പകണ്ടായിട്ടാണ് കൊന്നത്, വേറെ കുറച്ച് ആൾക്കാരോട് സ്നേഹം കൂടിയിട്ടാണ് കൊന്നത് എന്നാണ് പറയുന്നത്. എന്താണ് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അതിന്റെ കാര്യം തന്നെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണത് എന്താ? ആ കുടുംബത്തിൽ ആർക്കൊക്കെ കടണ്ട്, എന്തൊക്കെ ഉണ്ട് എന്ന് പരസ്പരം ആർക്കും ഒരു പിടുത്തമല്ല അല്ലേ? ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ കുടുംബങ്ങളിലും കാര്യങ്ങളിലും വരാൻ പാടില്ല. ആർഭാട ജീവിതത്തിന് കാശുണ്ടാക്കാൻ വേണ്ടി നടക്കുമ്പോഴാണ് പലപ്പോഴും സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് അതിൽ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി ഇതിന് മാറി നടക്കാൻ നമ്മൾ തയ്യാറാകണം.